പച്ചപ്പു നിറഞ്ഞ വയലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ രാമു എന്ന എളിയ കർഷകൻ താമസിച്ചിരുന്നു. സ്ഥിരോത്സാഹത്തിനും അചഞ്ചലമായ പോസിറ്റിവിറ്റിക്കും പേരുകേട്ട രാമു പലപ്പോഴും ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം തന്റെ വയലുകളിൽ അക്ഷീണം ജോലി ചെയ്തു പുതിയ പഴങ്ങളും പച്ചക്കറികളും വളർത്തി കുടുംബത്തിനു വേണ്ടി മാർക്കറ്റിൽ വിൽക്കുമായിരുന്നു. ഒരു നല്ല പ്രഭാതത്തിൽ രാമു തന്റെ വണ്ടിയിൽ സമൃദ്ധമായ വിളവെടുപ്പ് നടത്തി പട്ടണത്തിലെ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. കുന്നുകളും അരുവികളും കടന്ന് പൊടി നിറഞ്ഞ റോഡുകൾ നിറഞ്ഞ യാത്ര ദീർഘവും ദുർഘടവുമായിരുന്നു. എന്നിരുന്നാലും രാമു ഉത്സാഹഭരിതനായി തന്റെ കാളവണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു രാഗം മുഴക്കി. വരാനിരിക്കുന്ന ഒരു നല്ല ദിവസം വാഗ്ദാനം ചെയ്തുകൊണ്ട് സൂര്യൻ പ്രകാശിച്ചു. യാത്രയുടെ പകുതി വഴിയിൽ ഒരു ദുരന്തം സംഭവിച്ചു. വണ്ടി റോഡിന്റെ ഒരു നിരപ്പില്ലാത്ത ഭാഗം മുറിച്ചുകിടക്കുമ്പോൾ അതിന്റെ ഒരു ചക്രം പൊട്ടി ഒടിഞ്ഞു. വണ്ടി ഒരു വശത്തേക്ക് ചെരിഞ്ഞു, കുറച്ച് വിളവ് നിലത്ത് വീണു. രാമു പെട്ടെന്ന് വണ്ടി നിർത്തി കേടുപാടുകൾ വിലയിരുത്തി. സ്ഥിതി വളരെ മോശമായിരുന്നു. അയാൾ മാർക്കറ്റിൽ നിന്ന് മൈലുകൾ അകലെയായിരുന്നു. സഹായിക്കാൻ ചുറ്റും ആരുമില്ലായിരുന്നു. അയാളെ കണ്ട വഴിയാത്രക്കാർ അയാളുടെ പ്രതിസന്ധിയെ പരിഹസിച്ചു. ഉപേക്ഷിക്കൂ കർഷകനെ, ഒരാൾ പറഞ്ഞു. ഇപ്പോൾ നീ ഒരിക്കലും കൃത്യസമയത്ത് മാർക്കറ്റിൽ എത്തില്ല, മറ്റൊരാൾ പരിഹസിച്ചു. എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? വീട്ടിൽ പോയി മറ്റൊരു ദിവസം വീണ്ടും ശ്രമിക്കുക. പക്ഷേ രാമു നിരാശയെ കീഴടക്കാൻ അനുവദിച്ചില്ല. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു വഴിയുണ്ട്. തിരിച്ചടികൾ പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ മാത്രമാണ്. അയാൾ റോഡരികിൽ ഇരുന്നു. തനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കഠിനമായി ചിന്തിച്ചു. അയാളുടെ കാളക്കുട്ടി പ്രതീക്ഷയോടെ അയാളെ നോക്കി, അത് മനസ്സിലാക്കാൻ യജമാനനെ വിശ്വസിക്കുന്നതുപോലെ. സമീപത്ത് രാമു വീണുകിടക്കുന്ന ഒരു മരക്കൊമ്പ് കണ്ടു. അത് ഉറപ്പുള്ളതും കട്ടിയുള്ളതുമായിരുന്നു. അയാൾക്ക് ആവശ്യമുള്ളത് തന്നെയായിരുന്നു. അയാൾ ശാഖ പിടിച്ച് ശ്രദ്ധാപൂർവം തകർന്ന ചക്രത്തിന് ഒരു താൽക്കാലിക താങ്ങായി രൂപപ്പെടുത്തി. അത് പൂർണ്ണമല്ലെങ്കിലും സാവധാനത്തിലും ജാഗ്രതയോടെയും യാത്ര ചെയ്യാൻ വണ്ടി സ്ഥിരമായി നിർത്താൻ അത് മതിയായിരുന്നു. നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഒലിച്ചിറങ്ങുന്ന രാമു ഒഴുകിയെത്തിയ വിളവുകൾ വണ്ടിയിൽ കയറ്റി കാളയെ മുന്നോട്ട് തള്ളി. നന്നാക്കിയ വണ്ടി കിതയ്ക്കുകയും ഞരങ്ങുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് നീങ്ങാൻ കഴിഞ്ഞു. ഓരോ ചുവടും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. യാത്ര പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തു. ബുദ്ധിമുട്ടുകൾക്കിടയിലും രാമു ദൃഢനിശ്ചയം പാലിച്ചു. തന്റെ കാളയും തന്നെയും നല്ല വാക്കുകളിൽ പ്രോത്സാഹിപ്പിച്ചു. മാർക്കറ്റിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. മിക്ക സ്റ്റാളുകളും അടച്ചു. തന്റെ സാധനങ്ങൾ വിൽക്കാൻ വൈകിയെന്ന് രാമു ഭയപ്പെട്ടു. എന്നിരുന്നാലും തന്റെ വിളവെടുപ്പ് ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ധനികനായ വ്യാപാരി എത്തി. വ്യാപാരി യാത്രയിൽ വൈകി വരാനിരിക്കുന്ന വിരുന്നിനായി പുതിയ പഴങ്ങളും പച്ചക്കറികളും തിരയുകയായിരുന്നു. രാമുവിന്റെ പുതിയ വിളവുകൾ കണ്ട വ്യാപാരി ആകാംക്ഷയോടെ എല്ലാം പതിവ് വിലയുടെ ഇരട്ടി വിലയ്ക്ക് വാങ്ങി. ആ വൈകുന്നേരം രാമു പോക്കറ്റുകൾ നിറച്ചും ഹൃദയം പ്രകാശിച്ചും വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം തന്റെ കഥ കുടുംബത്തോട് പങ്കുവച്ചു. ഇന്ന് ഒരു തിരിച്ചടി വെറും ഒരു അവസരം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനു വേണ്ടത് സ്ഥിരോത്സാഹവും അല്പം സൃഷ്ടിപരമായ ചിന്തയും മാത്രമാണ്. അച്ഛന്റെ ദൃഢനിശ്ചയത്താൽ പ്രചോദിതരായി കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടു. 1. സ്ഥിരോത്സാഹം ഫലം ചെയ്യും. നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ വെല്ലുവിളികൾ താൽക്കാലികമാണ്. 2. സൃഷ്ടിപരമായി ചിന്തിക്കുക. പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. 3. പോസിറ്റീവായി തുടരുക. ഒരു പോസിറ്റീവ് മനോഭാവം ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളെപ്പോലും അവസരങ്ങളാക്കി മാറ്റും. 4. കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കും. പരിശ്രമവും ദൃഢനിശ്ചയവും പലപ്പോഴും അപ്രതീക്ഷിത പ്രതിഫലങ്ങൾ നൽകുന്നു.